ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പഴയ ജീൻസ് കൊണ്ട് ഒരു അടിപൊളി ഏഞ്ചൽസിനെ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം കുറേ റൗണ്ടിൽ നമ്മൾ 6 ഇഞ്ച് വലുപ്പത്തിൽ ജീൻസുകൾ കട്ട് ചെയ്ത് 2 എണ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. ഒരു 2 എണ്ണം നല്ല കട്ടി കിട്ടാൻ വേണ്ടിയാണ്. 6 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തു. ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കണം. അത് നമ്മൾ സിൽക്കി ആയിട്ടുള്ള സിൽവർ കളർ കാഫ് വെയിൽ ഒട്ടിച്ചെടുക്കുക. നല്ലപോലെ ഗണ്ണ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. ഫുള്ളി ഒട്ടിച്ചെടുക്കണം. തിക്കായിട്ട് ഡിസൈനായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. ഒട്ടിച്ചെടുത്ത ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫുൾ ഒട്ടിച്ച ശേഷം കട്ട് ചെയ്ത് മാറ്റുക. അവസാനം കൂടെ ഒട്ടിച്ചില്ലെങ്കിൽ ടൈറ്റ് ആവുകയില്ല. അതുകൊണ്ട് നല്ലപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ അടുത്ത പീസയിലോട്ട് ഒട്ടിച്ചു, ഗ്ലൂ അപ്ലൈ ചെയ്തു. ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ പീസുകൾ നമ്മൾ ഒട്ടിച്ച് മാറ്റി. ഇതിൻ്റെ പാതി കണ്ട് നമ്മളൊരു വട്ടം വരച്ചെടുക്കുകയാണ്. കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ ചെയ്യുന്ന പോലെ ചെയ്യണം. തൊപ്പിയുടെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൊപ്പിക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മുമ്പേ കൊടുത്ത ആ സീക്വൻസ്, ആ സിൽവർ ലൈനുള്ള സീക്വൻസ് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്. അത് ഒട്ടിച്ചു കഴിഞ്ഞു. വലിയ ബോളുകളോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒക്കെ ഒട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് തിക്കായിട്ട് വെച്ചു. തലയുടെ ഉള്ളിൽ തൊപ്പി വെക്കുന്ന രീതിയിൽ നമ്മൾ അതിന് അനുബന്ധമായിട്ടൊരു ബോളെടുത്തു. നമ്മൾ ഒട്ടിച്ചിടുന്ന പകുതി കണ്ട് മാർക്ക് ചെയ്തു. പിന്നെ അത് കാൽ ഭാഗമായിട്ട് മാർക്ക് ചെയ്തു. ഒരു ഉടുപ്പിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് കമ്പി ഉള്ളത് കൊണ്ട് നല്ല തിക്കായിട്ടിരുന്നോളും. ഈ സീക്വൻസിൽ ഉള്ളിൽ ഒരു കമ്പി ഉള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കിട്ടും. നമ്മളൊരു കമ്പിയിലോട്ട് ചുറ്റി എടുക്കുകയാണ്. ഒരു ബോൾ രീതിയിലായി മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ സൂചി നൂലും എടുത്ത് അതൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. നടുക്കൂടെ സൂചി കയറ്റി കൊടുത്തിട്ടുണ്ട് മടക്കി വെച്ചതിൻ്റെ. എന്നിട്ട് ആ തൊപ്പിക്കകത്തൂടെ ആ ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ അകത്തൂടെ സൂചി കയറ്റി മേലോട്ട് കൊടുത്തു. ആ ബോളായ സീക്വൻസിൻ്റെ ബോളയിലോട്ട് തിക്ക് ചെയ്ത് കൊടുത്തു. മേലോട്ട് കയറ്റി വീണ്ടും തിരിച്ചിറക്കി ഒരു കെട്ടാക്കി എടുത്ത് കൊടുക്കുക.
എന്നിട്ട് എടുത്തുകയാണ്. തിരിച്ച് വീണ്ടും റിട്ടേൺ എടുത്തു. തിക്കാക്കാനുള്ള പരിപാടിയാണ്. തിക്കാക്കി എടുത്ത് കെട്ടിക്കൊടുക്കണം. അടിവശത്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ഗ്ലൂ അഴിഞ്ഞു പോകാതിരിക്കാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മുടെ വലിപ്പമുള്ള തലയുടെ ഭാഗത്ത് ഒരു ഗ്ലൂ അതിപ്പോൾ തിക്കായിട്ട് അനങ്ങത്തില്ല. അവിടെയും കൂടെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഏഞ്ചലിനെ പോലുള്ള നല്ല ഭംഗിയുള്ള ഒരു പാവക്കുട്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിലൊരു മുത്തോ സീക്വൻസോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക. പല ഡിസൈൻ ഇത് നമുക്ക് ചെയ്യാം. ഞാൻ സിൽവർ ഗ്ലോ അത് വെച്ചാണ് ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഭംഗിയുള്ളതായിട്ട് എന്തും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ കണ്ണും കാതും മൂക്കും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പോലെ ചെയ്യുക. ഓരോരുത്തരുടെ ഐഡിയ പോലും ചെയ്യുക. എന്നിട്ട് അടിപൊളിയായില്ലേ? ഭംഗിയുള്ള രീതിയിൽ ഞാൻ വേറെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്, വേറെ ഡിസൈനിൽ. അടിപൊളിയായി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.